Hi friends, welcome back to our channel. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഗ്രിൽഡ് പൈനാപ്പിൾ ആണ്. അപ്പോൾ ഇനി ഗ്രിൽഡ് പൈനാപ്പിൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇനി ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആ പൈനാപ്പിളിൻ്റെ നടുക്കുള്ള ഒരു ഇതുണ്ടല്ലോ കൂനി, അതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ക്യൂർ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കണ ഞാനൊരു ഗ്രില്ല് ചെയ്തെടുക്കുന്ന പാനാണ് കേട്ടോ യൂസ് ചെയ്യണത്. ശരിക്കും പാനിലേക്കാളും നല്ലത് നമ്മൾ സാധാരണ പോലെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണ കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ചെണ്ണത്തിൽ മാത്രമായിട്ട് ഇതുപോലത്തെ ഒരു സ്ക്യൂറൊക്കെ കുത്തണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നോർമലായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി പൈനാപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിയില. ഇതും കൂടെ ഇട്ടിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, കാരണം എരിവുണ്ട്, മധുരമുണ്ട്, പുളിയുണ്ട്, എല്ലാം കൂടെ കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇനി ഇതിനകത്ത് പറ്റി കൊടുക്കാം. ഇപ്പൊ കൈ കൊണ്ട് അങ്ങോട്ട് പറ്റി കൊടുത്തു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ ഗ്രില്ല് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ പാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് കേട്ടോ ഈ ഇങ്ങനെ ബട്ടറൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്യും പോലെ ചെയ്യുവാണെങ്കിൽ ബട്ടറൊന്നും തേക്കേണ്ട ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ആ ഗ്രില്ല് ചെയ്യണ അങ്ങനെ ചെയ്തെടുക്കണ കേട്ടോ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഈ പാനിൽ ഉപയോഗിക്കണേക്കാളും നല്ലത് അതാണ്. അപ്പോൾ ഈ സൈഡിലോട്ട് ഞാൻ സാധാരണ പോലെയുള്ളത് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് തിരിച്ചും മറച്ചും ഒക്കെ ഇട്ടൊന്ന് ഇതെടുക്കണം കേട്ടോ. ഇതിനകത്തൊരു നല്ലൊരു ബ്രൗൺ കളർ പോലെ ചെറുതായിട്ടൊന്ന് വന്നാൽ അപ്പോഴാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ടിട്ട് ഇത് ഗ്രില്ല് ചെയ്തെടുക്കരുത്. ഇതിനകത്തുള്ള പഞ്ചസാരയൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ കരിഞ്ഞു പോകും പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ ഈ ഗ്രിൽഡ് പൈനാപ്പിളിന് ഒരു എന്താ പറയുക ഒരു ബിറ്റർ ടേസ്റ്റ് വരും. അപ്പോൾ അത് കാരണമുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഗ്രില്ല് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.